ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം മുതൽ രാവിലെ വെളുപ്പിന് എണീറ്റപ്പോൾ മുതൽ തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിന് ഒരു 4-4:30 ആയിട്ടേ ഉള്ളേ. ഞാനൊരു 4-4:30 4:45 ആകുമ്പോഴത്തേക്ക് ദിവസവും എണ്ണിക്കും, കടയിൽ പോകേണ്ടത് കൊണ്ട്. അപ്പോൾ രാവിലെ എണ്ണീറ്റരി അടുപ്പയിട്ടരി എല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ചീര വാങ്ങിച്ച് തലേ ദിവസമേ കൊണ്ടുവന്ന് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെയാണ് അത് അരിഞ്ഞതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിനകത്തിട്ടില്ല, അരിഞ്ഞ് കഴിഞ്ഞതേ ഇട്ടുള്ളൂ. അപ്പം ഈ ചീരയെപ്പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം ചേച്ചി എനിക്ക് കുറച്ച് ചീര തന്നു. അത് ഞാൻ ഇതുപോലെ തോരൻ വെച്ച്, നല്ല ചീരയെന്ന് വെച്ചാൽ നെയ്മയമുള്ള ചീരയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പോയി കുറച്ചുകൂടെ വാങ്ങിച്ചത്. അവർ ചീര നട്ടെങ്കിലും അവർ ഇതുവരെ എടുത്തില്ല. എന്നോട് പറയുമായിരുന്നു 2 പ്രാവശ്യം നിനക്ക് തന്നെ തന്നത് 2 പ്രാവശ്യം നിനക്ക് തന്നെ തന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ചീര തോരൻ വെച്ചിട്ട് ശകലം കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു ഇതിൽ നിന്ന് കേട്ടോ, ചേച്ചിയുടെ അങ്ങ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചീര തോരനുള്ള ചട്ടിയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചീരത്തോരൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വെളുപ്പിനെ ഒരു 4-4:30 ഒക്കെ ആകുന്ന സമയത്തൊന്നും ഞാൻ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. ഒരു 5:30 വെട്ടം വീണ് കഴിഞ്ഞൊരു 5:45 ഒക്കെ ആയതിനു ശേഷം മാത്രമേ ഞാൻ വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഇത് നല്ല അടിപൊളി ചീരത്തോരനായിരുന്നേ. സത്യം, ഞാൻ ആ വീഡിയോയിൽ വേണ്ടിയിട്ട് പറയുന്നതല്ല, നല്ല സൂപ്പർ നല്ല നെയ്ച്ചീരയായിരുന്നു കേട്ടോ. നെയ്ച്ചീര നല്ലതാണ്. നെയ്ച്ചീര നമ്മൾ ചോറിനകത്തിട്ട് പുരട്ടുമ്പോൾ തന്നെ നല്ല നെയ്മയമാണ് ഈ ചീരയ്ക്ക്. വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ച് ചെയ്തതല്ലേ, അതുകൊണ്ട് ആ ചീര നല്ല സൂപ്പർ ചീരയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നേ. വെളിയിലോട്ട് പക്ഷേ ഞാൻ ഇറങ്ങുന്നത് ഒരു 5:30-5:45 ഇറങ്ങത്തുള്ളൂ. പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ കൂട്ടുകാർ. വെളുപ്പിനെ എനിക്ക് ഈ ഇരുട്ട് ഉള്ള സമയത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. ഇരുട്ടെല്ലാം മാറി ഒരുമാതിരി വെട്ടമൊക്കെ വീണതിന് ശേഷം മാത്രമേ ഞാൻ വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ പല്ല് തേക്കാനായിട്ട്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ചായ ഇട്ടതേ ചെട്ടുളങ്ങര അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളർ കപ്പ്, ഇതേ കണ്ടോ, ലക്ഷ്മോന് വാങ്ങിച്ചതാണ് ഈ കപ്പ്. നല്ല കപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ 6 കപ്പും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ചായ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഒരു 1-1.5 ഗ്ലാസ് ചായ ഞാൻ കുടിക്കും പോകുന്നതിനിപ്പുറമായിട്ട്. രാവിലെയും കുടിക്കും, പിന്നെ കടയിൽ പോകുന്നതിന് മുമ്പായിട്ട് കുടിക്കും. ഇപ്പോൾ ബാക്കി വെച്ച ചായ ഞാൻ കടയിൽ പോകുന്നതിന് മുമ്പായിട്ട് കുടിക്കും കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വെളിയിൽ പോയി പല്ല് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കണമല്ലോ, അതുകൊണ്ട് വെളിയിൽ പോയി വെട്ടം വീണ് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങത്തുള്ളൂ. അല്ലേ എനിക്ക് പേടിയാണ്, ഇരുട്ടല്ലേ. എത്ര നേരം വെളുത്തെന്ന് പറഞ്ഞാലും ഇരുട്ടാണ്. അതുകൊണ്ട് വെട്ടമൊക്കെ വീണ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഇതിനിടയ്ക്ക് ജനലിൽ കൂടെ നോക്കിയാൽ അറിയാം വെട്ടം വീണത്. അങ്ങനെ ഞാൻ പോയി പല്ല് തേച്ചു, ചായ കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേരച്ചൂര വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പീസായിട്ട് കിട്ടുന്ന കേരച്ചൂരയുണ്ട്. നമുക്ക് കാക്കനാട്ട് ചന്തയിൽ നിന്ന് നല്ല സുലഭമായിട്ട് കിട്ടും. നല്ല അടിപൊളി മീനുകളാണ് കാക്കനാട്ട് ചന്തയിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കും. തലേ ദിവസം വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് ഞാൻ കടയിൽ നിന്ന് തിരിച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് ചന്ത സമയമാകും. ചന്തയിൽ വിൽപ്പന നടക്കുന്ന കറക്റ്റ് സമയമാകും ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക്. അപ്പോൾ അവിടെ കയറി നമുക്ക് ഇഷ്ടമുള്ള മീനുകൾ വാങ്ങിക്കാം. ഞങ്ങൾക്ക് പിന്നെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്കൊക്കെ കാണും. അപ്പം അങ്ങനെ കേരച്ചൂര വാങ്ങിച്ച് കുറച്ച് പീസുകൾ 2-3 ബോക്സിനകത്തായിട്ട് ഞാൻ വൃത്തിയാക്കി വെക്കും കേട്ടോ. ഒറ്റയടിക്ക് എടുക്കത്തില്ല, 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് എടുക്കത്തുള്ളൂ. കാരണം ഇവർക്ക് ഇങ്ങനെ എന്നും ഒരു കറി തന്നെ കുഞ്ഞിന് ഇഷ്ടമല്ല. അപ്പോൾ വറക്കുന്നതാണ് അവൾക്ക് കൂടുതൽ മെയിനായിട്ട് ഇഷ്ടം. വറുത്ത് കൂട്ടുന്നത്, മീൻ കറിയേക്കാളും ഇഷ്ടം വറുത്ത് കൂട്ടുന്നത്. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു 4-5 കഷ്ണം അതിൽ നിന്ന് എടുത്ത് ദിവസവും ഒരു 4-5 കഷ്ണം വീതം എടുത്ത് വറുത്ത് കൊടുക്കും. അപ്പം ഇന്ന് മീൻകറി ഇട്ടതിനകത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ഇന്നത്തേനകത്ത് ഇച്ചിരി തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചില ദിവസമൊന്നും ഞാൻ തക്കാളി ചേർക്കത്തില്ല. തക്കാളി ചേർത്ത് വെച്ചതാണ് ഇന്ന്. തക്കാളിയും തോട്ടുപുളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം ഇടും. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ശകലം കായപ്പൊടി ഇടും കേട്ടോ. മീനും വറുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറ് റെഡിയായി അടച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല മീൻ കറിയാണ് കേട്ടോ. കേരക്കറി സൂപ്പർ കറിയാണ്. മീൻ വറുത്തത് കൊണ്ട് നല്ല നെയ്ച്ചീരത്തോരൻ
അങ്ങനെ വേണം പറയാൻ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നെയ്ച്ചീര. അപ്പോൾ മീൻ വറുത്ത അപ്പം നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ഒരു ഗ്ലാസ് പാത്രമാണ് കേട്ടോ എൻ്റെ. ഇതൊരു 15 വർഷമെങ്കിലും ആയ പാത്രമാണ് ഈ ഗ്ലാസ് പാത്രം. ഇതെല്ലാം ഒരു 6 പാത്രം. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചീരത്തോരൻ, ഞാൻ പിന്നെയും പറയുകയാണേ, അത്രയ്ക്ക് നല്ലതായിരുന്നു കേട്ടോ ചീരത്തോരൻ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ചീരത്തോരൻ വിളമ്പി എന്തിനാണെന്നറിയാവോ, ലച്ചുമോനെ ചോറിനകത്തിട്ട് നല്ലതുപോലെ പുരട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ലച്ചുവിന് വിളമ്പുവാണെങ്കിൽ അവൾ കണ്ടില്ല ഞാൻ ഇത്രയും കൂടുതലാണ് വിളമ്പി എന്നുള്ളത് കേട്ടോ. അത് വീഡിയോ രാവിലെ എടുത്തെങ്കിലും ചോറ് വിളമ്പുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ കൂട്ടുകാരെ. ഞാൻ വെളുപ്പിനെ ഇതെല്ലാം തയ്യാറാക്കിയെങ്കിൽ ഇത് ഉച്ചയ്ക്കാണ് ഊണ് വിളമ്പുന്നത് കേട്ടോ. ആരും ഞാൻ പറയുന്നതൊന്നും കേട്ട് ചിരിക്കല്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയാവുള്ളേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാ കൂട്ടുകാരും ഇനി അങ്ങോട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, നമസ്കാരം, നന്ദി എല്ലാവരോടും രേഖപ്പെടുത്തും.